പരിചയവും പക്വതയുമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെപ്പറ്റി ഒരു ചെറുപ്പക്കാരനായ ദൈവദാസൻ പലവിധമായ ദൂഷണങ്ങൾ പറയുവാൻ തീയതി മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ അപമാനിച്ചു. എന്നാൽ പ്രായമുള്ള ദൈവദാസൻ ഒരിക്കലും പ്രത്യുത്തരം പറയുകയോ അത് തിരുത്തുവാനോ പോയില്ല. പ്രായമുള്ള ദൈവദാസൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വന്നു. അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അപവാദം പറഞ്ഞ ഈ ചെറുപ്പക്കാരന് വളരെ മനോവ്യസനമുണ്ടായി. താൻ പറഞ്ഞത് വെറുതെയാണല്ലോ, ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞത്, തൽഫലമായിട്ട് ആ ദൈവദാസൻ്റെ ശുശ്രൂഷ നഷ്ടമായല്ലോ എന്ന് വിചാരിച്ച് പ്രായാധിക്യത്തിൽ ആയ ആ ദൈവദാസൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. പ്രായമുള്ള ദൈവദാസൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ കിടക്കയിലെ പഞ്ഞികൊണ്ട് നിർമ്മിച്ച തലയണ എടുത്തു. ആ തലയണ അദ്ദേഹം കീറി പഞ്ഞി ജനാലയിലൂടെ ആകാശത്തേക്ക് വിതറി. എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആ പോയ പഞ്ഞികളെല്ലാം തിരികെ എടുത്ത് ഈ തലയണയ്ക്കകത്താക്കുക. ആ ചെറുപ്പക്കാരൻ്റെ ദൈവദാസൻ പറഞ്ഞു, അത് അസാധ്യമാണ്. പ്രായമുള്ള ദൈവദാസൻ അദ്ദേഹത്തെ ഉപദേശിച്ചു, ഇതുപോലെയാണ് അപവാദങ്ങൾ. ഒരിക്കൽ പറഞ്ഞ അപവാദം അത് കാറ്റിൽ പറന്നാൽ ലോകത്തിൽ എല്ലായിടവും അത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നാം മറ്റുള്ളവരെ അപവാദം പറഞ്ഞ് പരത്തുവാനിടയാകരുത്. കാരണം ഒരിക്കൽ പറഞ്ഞ അപവാദം അത് ലോകത്തിനുമ്പാകായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ആർക്കും ഉണ്ടാകില്ല. ചിന്തിക്കുക, ഓരോരുത്തർക്കും അവരുടേതായ കുടുംബജീവിതമുണ്ട്, വ്യക്തിപരമായ ജീവിതമുണ്ട്, ശുശ്രൂഷകളുണ്ട്. ഇതെല്ലാം തകർക്കപ്പെടുന്നത് ഒരു അപവാദത്തിൻ്റെ ഫലമായിട്ടാണ്. തെറ്റാണ് എന്ന് ബോധ്യമാകുമ്പോഴേക്കും ഈ അപവാദം ലോകത്തിൽ പടർന്നു കഴിയും. അതുകൊണ്ട് നാം ദൈവവചനത്തെ ഓർത്തുകൊണ്ടും നമുക്ക് ദൈവസ്നേഹം ഉള്ളതുകൊണ്ടും ഒരു കാര്യം കാണുകയോ ഒരു കാര്യം കേൾക്കുകയോ ചെയ്യാതെ നാം ഒരിക്കലും മറ്റുള്ളവർ വെച്ച് അപവാദം പറയുവാനായിട്ട് ഇടയാകരുത്. അതിനായി ദൈവം നമ്മെ സഹായിക്കും.